CMRL മാസപ്പടി കേസ് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. എന്തായിരുന്നു CMRL മാസപ്പടി കേസ്? അതുമായി ബന്ധപ്പെട്ട കുറെ മുൻപുള്ള വിവരങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരിമണൽ കമ്പനിയായ CMRLുമായി വീണ വിജയനും അവരുടെ എക്സാലോജിക് കമ്പനിയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഈ കരാർ പ്രകാരം IT മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുമെന്നായിരുന്നു ധാരണ. എന്നാൽ അത്തരം യാതൊരു സേവനവും നൽകാതെ 2017-നും 2020-നും ഇടയിൽ 2,78,00,000 രൂപയാണ് കൈപ്പറ്റിയത്. ഇതിൽ വീണയ്ക്ക് വ്യക്തിപരമായി 2,07,00,000 രൂപയും എക്സാലോജിക്കിന് 71 ലക്ഷവും CMRL നൽകിയെന്നാണ് ആരോപണം. കള്ളപ്പണം വെളുപ്പിക്കാനും ഫണ്ട് വകമാറ്റാനുമുള്ള വ്യാജ ഇടപാടായിരുന്നു ഇത് എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആരോപിക്കുന്നത്. ഈ നടപടികൾ അതീവ രഹസ്യമായിരുന്നുവെങ്കിലും 2 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് ഇത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത്. വിവാദം പുറത്തുവരാൻ കാരണമായ പ്രധാന വഴിത്തിരിവ് ഇങ്ങനെയായിരുന്നു. CMRL കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ ചില സുപ്രധാന രേഖകളും ഡയറി കുറിപ്പുകളും പിടിച്ചെടുത്തിരുന്നു. കമ്പനി നികുതി വെട്ടിക്കാൻ വേണ്ടി പ്രമുഖ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പണം നൽകിയെന്ന കണ്ടെത്തലിൽ ആദായ നികുതി ബോർഡിൽ തർക്ക പരിഹാര നടപടികൾ നടന്നു. ഈ ബോർഡിന്റെ ന്യൂഡൽഹി ബെഞ്ച് പുറപ്പെടുവിച്ച ഒരു ഉത്തരവിലാണ് എക്സാലോജിക് കമ്പനി, അതായത് മുൻ മുഖ്യമന്ത്രി വീണ വിജയന്റെ മകളുടെ കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പണം നൽകിയെന്ന് CMRL ഉദ്യോഗസ്ഥർ സമ്മതിച്ചതായി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം കാരണമാണ് ഈ പണം നൽകിയത് എന്നും ഉത്തരവിൽ പരാമർശമുണ്ടായിരുന്നു. ആദായ നികുതി ബോർഡിന്റെ ഒരു ഔദ്യോഗിക ഉത്തരവ് മാധ്യമങ്ങൾക്ക് ലഭിച്ചതോടെയാണ് 2023 ഓഗസ്റ്റിൽ വാർത്ത പുറം ലോകമറിയുന്നത്. തുടർന്ന് മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഈ വിഷയം ഏറ്റെടുക്കുകയും നിയമസഭയിലും പുറത്തും വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഷോൺ ജോർജ് നൽകിയ ഹർജികളും തുടർ നടപടിക്ക് വേഗം കൂട്ടി. വാർത്ത പുറത്തു വന്നതിന് ശേഷം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള SFIO, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, ഈ കേസ് അന്വേഷിക്കുകയും വീണ വിജയനെ പ്രതിയാക്കി കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള SFIO ഒരു അന്വേഷണ ഏജൻസിയാണ്. കമ്പനി നിയമങ്ങൾ ലംഘിച്ചോ കോർപ്പറേറ്റ് തട്ടിപ്പുകൾ നടന്നോ എന്ന് കണ്ടെത്തുക മാത്രമാണ് ഇവരുടെ പ്രധാന ചുമതല. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായുള്ള വിപുലമായ ഡിജിറ്റൽ തെളിവുകളും ഇമെയിലുകളും ബാങ്ക് രേഖകളും ഉൾപ്പെടുത്തി 57 വോള്യങ്ങളുള്ള വലിയൊരു റിപ്പോർട്ട് ഇവർ എറണാകുളത്തെ പ്രത്യേക സെഷൻസ് കോടതിയിൽ നേരിട്ട് ഫയൽ ചെയ്തു. നിയമപരമായി ഒരു അന്വേഷണ ഏജൻസിക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ അവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ വിചാരണ ചെയ്യേണ്ടതും ശിക്ഷിക്കേണ്ടതും കോടതിയാണ്. അതുകൊണ്ട് റിപ്പോർട്ട് നൽകിയ ശേഷം SFIOയ്ക്ക് ഈ കേസിൽ പ്രത്യേകമായി പുതിയ തുടർ നടപടികൾ എടുക്കാനായില്ല. SFIO കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കമ്പനി നിയമത്തിലെ 447 വകുപ്പ് പ്രകാരം കടുത്ത കോർപ്പറേറ്റ് തട്ടിപ്പ് നടന്നതായി വ്യക്തമാക്കുന്നുണ്ട്. ഈ കുറ്റം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ്. SFIOയുടെ ഈ കണ്ടെത്തലിനെ അടിസ്ഥാനമാക്കിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ ഔദ്യോഗികമായി എൻട്രി നടത്തുന്നത്. പണം എങ്ങോട്ടൊക്കെ പോയി, ഇതിനു പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും പ്രതികളുടെ സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കാനും ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യാനും SFIOയേക്കാൾ കൂടുതൽ നിയമപരമായ അധികാരം EDക്കാണ്. അതുകൊണ്ട് കേസ് കൂടുതൽ കർശനമായ നടപടികളിലേക്ക് നീക്കാൻ വലിയൊരു അന്വേഷണം ED ഇപ്പോൾ ഏറ്റെടുത്ത് തുടരുകയാണ്. SFIO ഫയൽ ചെയ്ത കേസിൽ കോടതി ഇപ്പോൾ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നിലവിൽ ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി നൽകിയ ഹർജികൾ ഹൈക്കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല SFIO ശേഖരിച്ച 57 വോള്യം വരുന്ന വിപുലമായ തെളിവുകളുടെ പകർപ്പുകൾ വിചാരണ കോടതിയിൽ നിന്ന് വാങ്ങി അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുമാണ് ED ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ SFIO നടപടികൾ നിർത്തുകയല്ല ചെയ്തത്, അവർ കണ്ടെത്തിയ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് ഇപ്പോൾ വിചാരണ കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനോടൊപ്പം തന്നെ കൂടുതൽ കർശനമായ അധികാരങ്ങളുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസി ഈ തെളിവുകൾ ഉപയോഗിച്ച് പ്രസ്തുത പ്രതികളുടെ വസതികളിൽ റെയ്ഡുകൾ നടത്തുകയും അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിനുമായ അടുത്ത ഘട്ടത്തിലുള്ള തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയുമാണ് ചെയ്തത്. SFIO തങ്ങളുടെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം പുറത്തുവന്ന വിവരങ്ങൾ ഈ സാമ്പത്തിക ഇടപാടുകളിലെ കൗതുകവും അതീവ ഗുരുതരവുമായ ചില കണ്ടെത്തലുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രധാനമായും വീണ വിജയനും CMRL ഉടമ ശശിധരൻ കർത്തയും തമ്മിൽ നടന്ന അസാധാരണമായ ഒരു വായ്പാ ഇടപാടിന്റെ വിവരങ്ങളാണ് SFIO പ്രധാനമായും കണ്ടെത്തിയത്. റിപ്പോർട്ട് അനുസരിച്ച് 2015-ൽ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം വീണ വിജയന് 25 ലക്ഷം രൂപ വായ്പയായി നൽകിയിരുന്നു.
എന്നാൽ ഈ തുക കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാതിരുന്നിട്ടും തൊട്ടടുത്ത വർഷം വീണ്ടും ഒരു 25 ലക്ഷം കൂടി വായ്പയായി നൽകിയിട്ടുണ്ട്. നമ്മൾക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഒരു പ്രാവശ്യം വാങ്ങിയ പണം തരാതിരിക്കെ വീണ്ടും അടുത്ത ഒരു വായ്പ കൂടി നൽകണമെങ്കിൽ അത് നിസ്സാര ഇടപാടുകളാണോ എന്നുള്ള കാര്യം. അങ്ങനെ ആകെ 50 ലക്ഷം രൂപയുടെ ബാധ്യത വീണയ്ക്ക് CMRL കമ്പനിയുമായി ഉണ്ടായി. ഇതിൽ വെറും 4 ലക്ഷം രൂപ മാത്രമാണ് അവർ നേരിട്ട് തിരിച്ചടച്ചത്. ബാക്കി തുക വീട്ടാൻ വേണ്ടിയാണ് പിന്നീട് ഇതേ CMRL തന്നെ വീണ്ടും വീണയുടെ എക്സാലോജിക് കൺസൾട്ടൻസി കരാറുകളിൽ ഒപ്പിടുന്നത്. ഈ കരാറുകൾ വഴി CMRLൽ നിന്നും എക്സാലോജിക്കിലേക്ക് പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപ എത്തിത്തുടങ്ങി. ഈ പണം ഉപയോഗിച്ചാണ് വീണ തന്റെ പഴയ വ്യക്തിപരമായ വായ്പകളൊക്കെ വീട്ടിയത്. കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അയ്യോ ഇതെന്ത് കഥ എന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. വാങ്ങിയ കടം തിരിച്ചു നൽകിയില്ല, അതിന് പുറമെ വേറെ പണം വീണ്ടും വായ്പയായി കൊടുത്തു. ഈ വായ്പകളൊക്കെ വീട്ടാനായി പ്രതിമാസം ഒരു കരാറിൽ ഏർപ്പെടുകയും അതനുസരിച്ച് പ്രതിമാസം നല്ലൊരു തുക ലക്ഷങ്ങൾ തന്നെ ഈ വ്യക്തിക്ക് നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെവിടെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ്. അതായത് ഒരു പൊതു ഓഹരി പങ്കാളിത്തമുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ CMRLന്റെ തലയിൽ വീണയുടെ വ്യക്തിപരമായ കടബാധ്യത മനഃപൂർവ്വം കെട്ടിവെച്ചു എന്നാണ് SFIO കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനായി കമ്പനികൾ തമ്മിൽ അയച്ച ഇമെയിലുകളിൽ ജോലി ചെയ്തതിന്റെ വിവരങ്ങൾക്ക് പകരം ഇൻവോയ്സുകൾ തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നത് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ CMRL കമ്പനി കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 182 കോടിയോളം രൂപയുടെ വ്യാജ ചിലവുകൾ കാണിച്ച് പലർക്കും കൈക്കൂലി നൽകിയതായും SFIO കണ്ടെത്തിയിട്ടുണ്ട്. SFIOയുടെ ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ, പ്രത്യേകിച്ച് കമ്പനി നിയമത്തിലെ സെക്ഷൻ 447 പ്രകാരമുള്ള കോർപ്പറേറ്റ് തട്ടിപ്പ് കുറ്റങ്ങൾ, ഇതിനെ അടിസ്ഥാനമാക്കിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം തങ്ങളുടെ അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. ഇതേ തുടർന്ന് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL കമ്പനി കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. SFIOയുടെ പരാതിയിൽ വ്യക്തമായ കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നതും അതിനു പിന്നിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതും പിന്നാലെ കോടതി ഇത് രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്കെതിരെയുള്ള കുറ്റകൃത്യമായി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. വരും നാളുകളിൽ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും.